വീട്ടിൽ തന്നെ നമുക്ക് സ്വാദിഷ്ടമായ ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഭാര്യ സബിതയാണ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. 1 കിലോ പൂവാലൻ ചെമ്മീൻ തൊലി കളഞ്ഞെടുക്കുക. അരി 1 കിലോ ക്ലാസിക്, ആലിബാബ ക്ലാസിക്, സവോള ഒരു 350 ഗ്രാം, ഇഞ്ചി 30, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 40, തക്കാളി 200, കുരുമുളക് ഒരു 6 മണി, പുതിന 50 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50, മുന്തിരി 25. പിന്നെ മറ്റേ മസാലക്കൂട്ടല്ലേ പൊടിക്കാത്ത കറുകപ്പട്ട, ഏലക്കായ, കരാമ്പൂ, ഇതൊക്കെ ഉള്ളത് ഒരു 10 രൂപയുടെ 20 രൂപയുടെ പാക്കറ്റ് മേടിച്ചാൽ മതി. കണ്ടോ, ഈ സൺഫ്ലവർ ഓയിൽ ചൂടായി കഴിയുമ്പോൾ സവാള ഇടുക. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേ ഈ സൈഡിൽ നമ്മൾ വേറൊരു ചട്ടിയിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ വറുക്കാൻ വെച്ചാണ്. കണ്ടോ, അപ്പോൾ കുറച്ച് സവാള ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ മാറ്റി വയ്ക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ മുകളിൽ ഇടാനായിട്ട്. അത് മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യ കറികളുള്ളവരാണ് എല്ലാവരും. അപ്പോൾ ഇപ്പോഴത്തെ ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് മൂപ്പിച്ച് അതിൽ കുറച്ച് സവാള ഇട്ടു. ഈ പകുതി സവാള ഇടുക. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ, പിന്നെ ഈ ഇല കണ്ടോ, കറുകപ്പട്ട, പിന്നെ ഈ ബിരിയാണിയിലിടുന്ന ഇല, ഇതൊക്കെ ഇട്ട് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ അരിയൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ 1 കിലോ അരിക്ക് മിക്കവാറും എൻ്റെ കപ്പൊക്കെ 4 കപ്പാണ് ഉണ്ടാവും. അപ്പോൾ 4 കപ്പാണ് അരി എന്നുണ്ടെങ്കിൽ 4 കപ്പ് പച്ചവെള്ളം ഒഴിക്കുക. അത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇടുക. അപ്പോഴേക്ക് ഇപ്പുറത്തെ ചട്ടിയിൽ എന്ത് ചെയ്യണം, ഈ സവാളൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തക്കാളി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, സ്വല്പം മുളക് പൊടി ഈ ചെമ്മീനിലേക്ക് ഉള്ളത്. കണ്ടോ, കൂടുതൽ എരിവ് പാടില്ല, ബിരിയാണിക്ക് എരിവ് പാടില്ലല്ലോ. കണ്ടോ, ഇതൊക്കെ തയ്യാറാകുമ്പോഴേക്കും നമ്മളുടെ ചോറൊക്കെ വെന്തോളും. കണ്ടോ, അപ്പോൾ ഈ പുതിനയിലൊക്കെ നമ്മൾ കുഴച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ചെമ്മീൻ്റെ മുകളിൽ ഈ ചോറ്, പകുതി വേവായ ചോറ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ മുന്ന് വറുത്ത് കോരി വെച്ചാണ് സബോള ഇടുക, കുറച്ച് മുന്തിരി, അണ്ടിപ്പരിപ്പൊക്കെ അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് ദം ചെയ്യാം. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മളുടെ ചെമ്മീനൊക്കെ ഒന്നും കൂടി വെന്ത് കിട്ടും. അപ്പോൾ പകുതി വേവായിട്ടുള്ള ചെമ്മീനാണ് നമ്മൾ മുന്ന് വെച്ചത്. എന്ത് കേട്ടോ, ഉണ്ടല്ലേ, ഇതുപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ട് എടുക്കുക. അതിനുശേഷം മൂടി വയ്ക്കുക. മൂടിയിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ എടുത്തു. ഇനി അടിപൊളി കൊതിയൂറുന്ന ചെമ്മീൻ ബിരിയാണിയാണ് നമ്മൾ കഴിക്കുന്നത്. കേട്ടോ, അപ്പം ഞാനൊക്കെ ഒരു 2-3 പ്രാവശ്യമൊക്കെ പിന്നെയും കൊഞ്ചി പോയിട്ട് എടുക്കണം. കണ്ടോ, ഇതാണ് ചെമ്മീൻ ബിരിയാണി എന്ന് പറയുന്നത്. ഇനി സംശയമുള്ളവർക്കൊക്കെ എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ മതി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എല്ലാം പറഞ്ഞുതരും. ഞങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പ്രൊഫൈലിലുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് വിളിച്ചോ, ആവശ്യക്കാർക്ക് വിളിക്കാം, എല്ലാം പറഞ്ഞു തരും. കണ്ടില്ല, ഈ ഇല അടക്കം ചപ്പിയിട്ടാണ് കളയുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഫ്ലേവർ, ഇതിൻ്റെ മണം. ഈ വട്ടയിലയിൽ വെച്ച് കഴിക്കുമ്പോഴേ എല്ലാവിധ ഏലക്ക, കുരുമുളക്, സർവ്വ സുഗന്ധി എന്ന് പറയും, എല്ലാ സുഗന്ധങ്ങളും ഇങ്ങോട്ട് വരും.